friends, this is me Tintu and you are watching your Tintuzlife. ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിലൂടെ ഞാൻ ആക്ച്വലി എൻ്റെ ടീച്ചേഴ്സ് ഡയറി അല്ലെങ്കിൽ ലെസൺ പ്ലാൻ ഡയറി നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എത്ര പേർക്ക് അറിയും എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആക്ച്വലി ഒരു ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ്. നാട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾ കോഴിക്കോടാണ്. അപ്പം ഞാൻ അവിടെ ഇലക്ട്രോണിക്സ് ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ IHRD കോളേജിലും അതേപോലെ തന്നെ MMO കോളേജിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സൗദി അറേബ്യ ജിദ്ദയിൽ എത്തിയതിന് ശേഷം ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിലെ ഞാൻ വളരെയധികം വാല്യൂ കൊടുക്കുന്ന ഒന്നാണ് എൻ്റെ ടീച്ചേഴ്സ് ഡയറി അല്ലെങ്കിൽ ഈ ലെസൺ പ്ലാൻ ഡയറി എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടീച്ചറിൻ്റെ ലൈഫിൽ ഈ ടീച്ചേഴ്സ് ഡയറി എന്നുള്ളത്. എന്നാൽ ടീച്ചേഴ്സ് അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാം എന്താണ് ഈ ലെസൺ പ്ലാൻ ഡയറി എന്നുള്ളത്. നമുക്കറിയാം എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് നമ്മൾ വളരെ പ്ലാൻ ചെയ്താണ് ചെയ്യുക. പ്രത്യേകിച്ചും ടീച്ചിങ് ഫീൽഡിലാവുമ്പോഴത്തേക്കും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ടീച്ചേഴ്സ് ഡയറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് എടുക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ ആ ഒരു ടോപ്പിക് കൊണ്ട് നമ്മൾ എന്താണ് എയിം ചെയ്യുന്നത്, വാട്ട് ഇസ് ദ ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഒബ്ജക്റ്റീവ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ അത് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും നമ്മൾ ഈ ഒരു ടീച്ചേഴ്സ് ഡയറിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ടീച്ചേഴ്സ് ഡയറിയെ കുറിച്ച് ആക്ച്വലി എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ആക്ച്വലി 3 to 5 ബ്ലോക്കിലേക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നതും ക്വാളിഫൈ ആയിട്ടുള്ളതും. പക്ഷേ എനിക്ക് ജോയിൻ ചെയ്യുന്ന സമയം വന്നപ്പോഴത്തേക്കും വേക്കൻസി KG സെക്ഷനിലായിരുന്നു. പക്ഷേ എനിക്ക് ആക്ച്വലി അവർ പറഞ്ഞു വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 to 5 തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇവിടെ അറിയാമല്ലോ, നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് മടുത്തൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ കിട്ടിയ ഓഫർ റിജക്റ്റ് ചെയ്തില്ല, അത് ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ KG സെക്ഷൻ തന്നെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്നോട് എൻ്റെ ഹെഡ് മിസ്ട്രസ് ഇൻ്റർവ്യൂ ടൈമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ആക്ച്വലി ടിൻഡു വലിയ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചിട്ട് ഈ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് നിനക്ക് പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. പക്ഷെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നീട് നമുക്കത് ചെയ്ത് കഴിയുമ്പം ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. കാരണം വലിയ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും അതേപോലെ റെഫർ ചെയ്ത് പഠിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ ഒരു കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. കാരണം നമ്മൾ A to Z കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കൂടെ നിന്ന് ചെയ്തു കൊടുക്കേണ്ട ഒരു ഫീൽഡാണ് നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇന്ത്യൻ സ്കൂളിൽ ചെന്നപ്പം കിട്ടുകയും അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും എൻ്റെ ടീച്ചേഴ്സ് ഡയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടീച്ചേഴ്സ് ഡയറി ഉണ്ട്. ഇതേപോലെ 2 ഉണ്ട്, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പം ഇതിലെ ഒരു ടീച്ചേഴ്സ് ഡയറി ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവുകയാണ്. അതേപോലെ തന്നെ ഇതെങ്ങനെ നിങ്ങളുടെ മുൻപിലേക്ക് ഷൂട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതും എനിക്കൊരു ആക്ച്വലി ഒരു വലിയ ഇഷ്യൂ തന്നെയായിരുന്നു. കാരണം നമ്മൾ അതിൻ്റെ ആ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് വരെയും കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക.
നിങ്ങൾ എല്ലാവരും എൻ്റെ ലെസൺ പ്ലാൻ ഡയറി ഒക്കെ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. എനിക്ക് ആക്ച്വലി നിങ്ങളോട് ഒരു ചെറിയ സങ്കടം പറയാനുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയുടെ അനലിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഏതായാലും വീഡിയോ വാച്ച് ചെയ്യല്ലേ. അപ്പോൾ ആക്ച്വലി ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ആ ചുമന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്നൊന്ന് ആക്കണം കേട്ടോ. ആക്ച്വലി ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു വലിയ സപ്പോർട്ടാണത്. അപ്പോൾ നിങ്ങളത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് മീ ടിൻറ്റു, സൈനിങ് ഓഫ് ഫ്രം Tintuzlife.